പറഞ്ഞോ. നമസ്കാരം, ഞാൻ വിജയാംബിക. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അഗ്നിമാരുത യോഗം ഉണ്ടാകുന്ന വിധവും അതിൻ്റെ ഫലവുമാണ്. അഗ്നിമാരുത യോഗം എന്നാൽ തീയും കാറ്റും. ചൊവ്വ തീയും ശനി കാറ്റുമാണ്, അല്ലെങ്കിൽ വായു. അഗ്നിയും വായുവും ചേർന്നാൽ ഒന്നുകൾ ആളിക്കത്തും, അല്ലെങ്കിൽ അണഞ്ഞു പോകും. രണ്ടും ദോഷം തന്നെയാണ്. ഒരു ജാതകത്തിൽ ചൊവ്വയും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ അഗ്നിമാരുത യോഗം സംഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിച്ചവർക്ക് എന്ത് തൊഴിൽ ചെയ്താലും ഉയർച്ചയുണ്ടാകില്ല. ഇവർ കഠിനാധ്വാനികൾ ആയിരിക്കും. എന്നാൽ പ്രവൃത്തിക്ക് അനുസരിച്ച് ഇവർക്ക് ഫലം ലഭിക്കുന്നതല്ല. കുട്ടികൾക്കാണെങ്കിൽ പഠനകാലത്ത് നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും. എന്നാൽ പരീക്ഷയ്ക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് ഇവർക്ക് ലഭിക്കില്ല. ഉദ്യോഗകാലമാകുമ്പോൾ ഇന്റർവ്യൂവിൽ ഇവർ പിറകോട്ടായിരിക്കും. എത്ര ശ്രമിച്ചാലും ജോലി കിട്ടില്ല. എന്നാൽ ഇവർ നല്ല കഴിവുള്ളവരായിരിക്കും. ഇവരുടെ ശരീരം എപ്പോഴും വിയർത്തുകൊണ്ടിരിക്കും. ശനിയുടെയോ ചൊവ്വയുടെയോ ദശയിലോ അപകാരകാലത്തോ ചിലപ്പോൾ സർജറിക്ക് കാരണമാകാറുണ്ട്. ഇവർ ഏത് ബിസിനസ് ചെയ്താലും തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. തൊഴിൽ മാറി മാറി ചെയ്യേണ്ടതായി വരുന്നതാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇവരുടെ പെരുമാറ്റം കാരണം ഇവരുടെ കുടുംബജീവിതവും അത്ര കണ്ട് സുഖകരമായിരിക്കില്ല. എനിക്ക് ഒരുപാട് അഗ്നിമാരുത യോഗം സിദ്ധിച്ച ആൾക്കാരെ അറിയാം. അവരിൽ എല്ലാം തന്നെ ഇനി ഞാൻ കാശിന് വേണ്ടി എന്ത് ജോലി ചെയ്യട്ടെ എന്ന ചോദ്യവുമായി നടക്കുന്നവരാണ് പലരും. സ്ഥിരമായി ഒരു ജോലി തന്നെ ചെയ്ത് പോകാൻ ഇവർക്ക് കഴിയില്ല. ഈ യോഗത്തിന് പരിഹാരമുണ്ട് എന്നാണ് പറയുന്നത്. എത്രത്തോളം ശരിയാകും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിവിടെ പറഞ്ഞു തരാം. കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രുദ്രാഭിഷേകം നടത്തണം. ഇതിന് കഴിയാത്തവർ സ്ഥിരമായി ശിവക്ഷേത്രത്തിൽ പോയി ജലധാര നടത്തണം. പതിവായി ചെയ്യണം കേട്ടോ. മഹാദേവൻ അനുഗ്രഹിക്കാതിരിക്കില്ല.